അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം അതിലെ സെക്കൻഡ് പാർട്ടിലെ രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ പാഠം നമുക്ക് നോക്കാം. അദ്ദർസുസാനി രണ്ടാമത്തെ പാഠം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ആ പാഠത്തിൽ എന്താണ് പറയുന്നത് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ? നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ? ഉമ്മു സലമ, മൈമൂന റളിയല്ലാഹു അൻഹുമ എന്നിവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. പത്നിമാരായ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തും കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് പത്നിമാരോടും മറയുടെ പിറകിലേക്ക് പോകാൻ പറഞ്ഞു. അവർ ചോദിച്ചു, അദ്ദേഹം അന്ധനല്ലേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യം ഉന്നയിച്ചത്. അടുത്ത പാരഗ്രാഫ് നോക്കൂ. സ്ത്രീ വീടിൻ്റെ വിളക്കാണ്, വീടിൻ്റെ ഐശ്വര്യമാണ്. അതിനാൽ അത്യാവശ്യത്തിനു മാത്രമേ പുറത്തു പോകാവൂ. പുറത്തു പോകുമ്പോൾ ഹിജാബ് ധരിക്കണം. ഭർത്താവോ മഹ്റമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. പുരുഷന്മാരെ ആകർഷിക്കും വിധം സൗന്ദര്യം പ്രദർശിപ്പിച്ചോ ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ചോ അവൾ പുറത്തിറങ്ങരുത്. പുരുഷന്മാരുമായി ഇടകലരുന്ന സാഹചര്യം ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തഗ്ഫിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹ്കുകുന ത്വരീക അലൈകുന്ന ബിഹാഫാതി ത്വരീഖ്. അതിൻ്റെ അർത്ഥം, നിങ്ങൾ പുരുഷന്മാർക്ക് പിന്നിൽ നടക്കുക, വഴിമധ്യത്തിലൂടെ നടക്കരുത്, അരികിലൂടെ നടക്കുക. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. സ്ത്രീകളുടെ സുരക്ഷയ്ക്കാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയത്. സ്ത്രീകൾക്ക് ജുമുഅ ഇല്ല, പള്ളിയിൽ വെച്ചുള്ള ജമാഅത്തും ഇല്ല. എന്നാൽ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാലേ പുരുഷന്മാർക്ക് പൂർണ്ണ പ്രതിഫലം ലഭിക്കൂ. വീടിനകത്ത് വെച്ച് നിസ്കരിക്കുന്നതിലൂടെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഉമ്മു ഹുമൈദിനി സാഇദിയ്യ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിന്റെ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് സ്വകാര്യ മുറിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. സ്വകാര്യ മുറിയിൽ നിസ്കരിക്കുന്നതാണ് പൊതുമുറിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. നിന്റെ വീടിലെ പൊതുമുറിയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിന്റെ കുടുംബ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട് മടങ്ങിയ ഈ മഹദി വീട്ടിലെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് നിസ്കാര സൗകര്യമുണ്ടാക്കുകയും മരണം വരെ അവിടെ വെച്ച് ഇബാദത്ത് നിർവഹിക്കുകയും ചെയ്തു. അടുത്ത പാരഗ്രാഫ് നോക്കാം. നോക്കൂ, മസ്ജിദു നബവിയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്നത്. സാധാരണ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലമാണ് മസ്ജിദു നബവിയിലെ നിസ്കാരത്തിനുള്ളത്. ഇമാമത്ത് നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകുന്ന ജമാഅത്തിനേക്കാൾ പ്രതിഫലമുള്ള മറ്റൊരു ജമാഅത്തുമില്ല. ഇത്രയും പ്രാധാന്യമുള്ള ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബി വനിതയെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇതിൽ വലിയ പാഠമുണ്ട്. അടുത്ത പാരഗ്രാഫ് നോക്കൂ. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും നാൾക്കുനാൾ കൂടി വരികയാണ്. നിയമം തെറ്റിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുകയും മാന്യതയില്ലാത്ത വേഷങ്ങൾ ധരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. സ്ത്രീകളുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം ശർഅ് മുന്നോട്ട് വെച്ചത്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അയ്യുറഫ്ന ഫലാ യുദൈന വകാനല്ലാഹു ഗഫൂറർ റഹീമാ. അതിൻ്റെ അർത്ഥം, പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും മുസ്ലിം സ്ത്രീകളോടും ശരീരമാകെ മറയ്ക്കുന്ന അയവുള്ള വസ്ത്രം ധരിക്കാൻ പറയുക. അവർ തിരിച്ചറിയാനും
ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ മർഅത ഔറത്തുൻ ഫഇദാ ഹറജത് ഇസ്തശ്റഫഹ ശൈത്വാൻ വ അഖ്റബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹാ വഹിയ ഫീ ഖാരി ബൈതിഹാ. അതിൻ്റെ അർത്ഥം, സ്ത്രീ ഔറത്താണ്, പുറത്തിറങ്ങിയാൽ പിശാച് അവളെ എത്തി നോക്കും. അവൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തതാകുന്നത് വീടിൻ്റെ ഉള്ളറയിലിരിക്കുമ്പോഴാണ്. അടുത്ത ബോക്സ് നോക്കൂ. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹ. അതിൻ്റെ അർത്ഥം, സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭരണാധികാരിയാണ്. അപ്പോൾ ഇതോടെ ഈ പാഠം കഴിഞ്ഞു. കൂട്ടുകാർ ഈ പാഠത്തിൽ പഠിച്ച ഹദീസുകളും അതുപോലെ തന്നെ ഖുർആനിലെ ആയത്തുകളും എല്ലാം കാണാപ്പാഠം പഠിക്കുക, വിട്ട ഭാഗം പൂരിപ്പിക്കുക, അതുപോലെ തന്നെ നഷ്റഹുൽ മഅന, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അതെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. കൂട്ടുകാർ നന്നായി പഠിക്കുക. ഇനി നമുക്ക് അതിൻ്റെ തദ്രീബാത്ത് നോക്കാം. അടുത്ത തദ്രീബാത്ത്, അതിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്റഉ വനഫ്ഹം. നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഇവിടെ നമ്മൾ പഠിച്ച പാഠത്തിലെ അറബി വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇസ്തഖിർന, അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പിന്നിൽ നടക്കുക. ഖാഫ, സൈഡ്. ത്വരീഖ്, വഴി. ബനാത്ത്, പെൺമക്കൾ. അസ്വാജ്, ഭാര്യമാർ. ഇസ്തഷ്റഫ, എത്തി നോക്കി. നിസാവ്, സ്ത്രീകൾ. ഹുജ്റ, പ്രൈവറ്റ് റൂം. ബൈത്ത്, ഉള്ളറ. റഹ്മത്ത്, കാരുണ്യം. ദാർ, പൊതുമുറി. ഖർ, ഉള്ളറ. അഖ്റബ്, ഏറ്റവും അടുത്തത്. ജിൽബാബ്, ജിൽബാബ് എന്ന് പറഞ്ഞാൽ പർദ. പർദ എന്ന് പറഞ്ഞാൽ ശരീരമാകെ മറയ്ക്കുന്ന വസ്ത്രം. ഉമ്മു ഹുമൈദിനി സാഇദിയ, അവരാരാണ്? ഒരു സഹാബി വനിത. അടുത്ത് നോക്കൂ. നുൻഷി ഉൽ ജുമൽ, അതായത് ഇവിടെ താഴെ നമുക്ക് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ വരുന്നത് പോലെ വാക്യം നിർമ്മിക്കുക. അപ്പോൾ നമുക്ക് ആ പ്രവർത്തനം നോക്കാം. അതിൽ ഒന്നാമത്തെ വാക്ക് നോക്കൂ. ഐശ്വര്യം. ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. സ്ത്രീ വീടിൻ്റെ ഐശ്വര്യമാണ്. അടുത്ത വാക്ക് നോക്കൂ. ആകർഷണം. ആ വാക്ക് വരുന്നത് പോലെ. സ്ത്രീകൾ മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രീതിയിൽ നടക്കരുത്. അടുത്ത വാക്ക് നോക്കൂ. പ്രതിഫലം. അത് വരുന്നത് പോലെ നമുക്കൊരു വാക്യം. എല്ലാ അമലുകൾക്കും അല്ലാഹു തആല പ്രതിഫലം നൽകുന്നതാണ്. അടുത്ത് നോക്കൂ. മൂന്നാമത്തെ പ്രവർത്തനം. നംലഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള ആയത്തുകൾ ഹദീസുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നോക്കി അവിടെ വിട്ടത് നമ്മൾ എഴുതണം. ഒന്നാമത്തേത് നോക്കൂ. യുദ്നീന അലൈഹിന്ന മിൻ ഡേഷ് ദാലിക അദ്ന ഐ യുഗ്റഫ്ന. അവിടെ പൂരിപ്പിക്കേണ്ടത് ജലാബീബിഹിന്ന. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്ന ഐ യുഗ്റഫ്ന. രണ്ടാമത്തേത് നോക്കൂ. ഇസ്തഖിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ ഡേഷ് ത്വരീഖ്. അവിടെ പൂരിപ്പിക്കേണ്ടത് തഹഖുഖ്ന. മൂന്നാമത്തേത് നോക്കൂ. വ അഖ്റബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹ വഹിയ ഫീ ഡേഷ് ബൈതിഹ. അവിടെ പൂരിപ്പിക്കേണ്ടത് ഖാരി. നാലാമത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും ഇരിക്കുമ്പോൾ ഡേഷ് അവിടേക്ക് കടന്നു വന്നു. അവിടെ എഴുതേണ്ടത് അന്ധനായ അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂം. നംലഉൽ ഫറാഗ്, അതിലെ അഞ്ചാമത്തത്. സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഭർത്താവോ ഡേഷ് പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. അവിടെ പൂരിപ്പിക്കേണ്ടത് മഹ്റമായ. സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഭർത്താവോ മഹ്റമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. അടുത്ത നാലാമത്തത്. നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുക. 1. അദ്ദേഹം അന്ധനല്ലേ? ഇത് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഉത്തരം. പത്നിമാരായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തും കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ഭാര്യമാരോടും മറയുടെ പിറകിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണിത്. നുബയ്യിനു സിയാഖ്, അതിലെ രണ്ടാമത്തത്. നിന്റെ വീടിന്റെ ഉള്ളറയിൽ നിസ്കരിക്കുന്നതാണ് നിനക്കുത്തമം. ഇത് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് എഴുതേണ്ടത്. ഉത്തരം. ഉമ്മു ഹുമൈദിനി സാഇദിയ്യ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു,
ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിന്റെ വീടിൻ്റെ ഉള്ളറയിൽ നിസ്കരിക്കുന്നതാണ് നിനക്കുത്തമം എന്ന് മഹദിയെ ഉപദേശിച്ചു. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. 5ാമത്തെ പ്രവർത്തനം നോക്കൂ, തഹ്സീസ്, അതായത് അസൈൻമെന്റ് തയ്യാറാക്കാനുള്ളതാണ്. 1. നിങ്ങളുടെ കുടുംബത്തിലും അയൽപക്കത്തുമായി എത്ര മുതിർന്ന സ്ത്രീകളുണ്ട്? അവരിൽ പർദ്ദ ധരിക്കുന്നവർ എത്രയുണ്ട്? റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ ഇത് കൂട്ടുകാരുടെ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഈ വർക്ക് ചെയ്യുക. ഇനി 2ാമത്തത് നോക്കൂ, സ്ത്രീ രംഗപ്രവേശവും സ്ത്രീ പീഡനവും എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഈ 2 പ്രവർത്തനവും ഉസ്താദുമാർ പറഞ്ഞു തരും കൂട്ടുകാർക്ക്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.